അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാതാപിതാക്കളുണ്ടായിട്ടും നരകത്തിൽ കടക്കുന്ന നിർഭാഗ്യവാൻ ആരാണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ നിർഭാഗ്യവാൻ, നിർഭാഗ്യവാൻ, നിർഭാഗ്യവാൻ. സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ആരാണ് നിർഭാഗ്യവാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളോ രണ്ടിലൊരാളോ വാർദ്ധക്യപ്രാപ്തരായി തൻ്റെ അടുത്തുണ്ടാവുകയും എന്നിട്ടും നരകത്തിൽ കടക്കേണ്ടി വരികയും ചെയ്തവൻ. അതായത്, വാർദ്ധക്യമെത്തിയ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനും ചികിത്സിക്കാനും പരിചരിക്കാനുമെല്ലാം അവസരമുണ്ടായിട്ടും അവരെ നല്ല രീതിയിൽ നോക്കാതെ, അവരെ പരിഗണിക്കാതെ, അവർക്ക് രോഗമെത്തിയാൽ അവരെ ചികിത്സിക്കാതെ, അവർ സഹായം ആവശ്യപ്പെട്ടപ്പോൾ അതിനെ നിരസിച്ച മക്കളാണ് നരകത്തിൽ കടക്കുന്ന നിർഭാഗ്യവാന്മാർ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നമ്മുടെ അടുത്ത് ജീവിച്ചിരിക്കുന്നത് നമുക്ക് വലിയ ഭാഗ്യമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകൽ, അവർക്ക് വീട്ടിൽ പരിഗണന കൊടുക്കൽ, അവരെ സന്തോഷിപ്പിക്കൽ, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കൽ, അവർക്ക് രോഗമെത്തിക്കഴിഞ്ഞാൽ അവരെ ചികിത്സിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവർക്ക് ചെയ്തു കൊടുത്താൽ ആ മക്കൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. അവർ സ്വർഗാവകാശികളായിത്തീരുന്നതാണ്. അങ്ങനെയുള്ള നല്ല സുവർണ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ആ അവസരങ്ങൾ ഉപയോഗിക്കാത്ത മക്കളാണ് നരകത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ, പ്രത്യേകിച്ചും പ്രായമെത്തിയ മാതാപിതാക്കൾ, അവർക്ക് എപ്പോഴും അവരോട് ഒരാൾ സംസാരിക്കുവാൻ, അവരുടെ നൊമ്പരങ്ങൾ പങ്കുവെക്കുവാൻ അവർക്ക് എപ്പോഴും ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് അവരോട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുക, അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ നല്ല അവസരങ്ങൾ നാം ഉപയോഗിക്കുക. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നിർഭാഗ്യവാന്മാരായ പല ആളുകളും നമുക്ക് ചുറ്റും അശ്രദ്ധയിലൂടെ ജീവിച്ചിരിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള ആളുകളോട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ, മാതാപിതാക്കളോട് നല്ല ബന്ധം പുലർത്തുവാൻ അവരോട് ആവശ്യപ്പെടുക. മാതാപിതാക്കളിലൂടെ സ്വർഗത്തിൽ കടക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.